അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ മബ്നിയായ ഇസ്മുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹർഫിനോട് അടുത്ത് സാദൃശ്യമുള്ള ഇസ്മുകളാണ്. ഈ ഹർഫിനോട് അടുത്ത് സാദൃശ്യമുള്ള ഇസ്മുകൾ അതെങ്ങനെയാണ് ആ സാദൃശ്യം? അത് മാനവിയായ സാദൃശ്യം, ലഫ്ദിയായ സാദൃശ്യം, അതേപോലെ ഇഫ്തിഖാരിയായ സാദൃശ്യം, നിയാബിയായ സാദൃശ്യം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടായി. ഇവിടെ ഇനി ഗ്രന്ഥകാരൻ മുഅറബായ ഇസ്മുകളെ കുറിച്ചാണ് പറയുന്നത്. മുഅറബായ ഇസ്മുകൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മുഅറബായ ഇസ്മുകളിൽ മുഅ്തല്ലായവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യ ഇവ ചേർന്ന് വന്ന ഇസ്മുകൾ. അപ്പൊ മുഅറബായ ഇസ്മുകൾ അത് മൂന്ന് ഇനുണ്ട്. ഒന്ന് സഹീഹ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് സാലിഹ് ഏതാണ്? സാലിഹ് ഉണ്ടോ? സാലിഹ് ഇവിടെ അവസാനത്തെ അക്ഷരം ഏതാണ്? ഹായാണ്. അതുകൊണ്ട് തന്നെ ജാഅ സാലിഹുൻ, റഅയ്തു സാലിഹൻ, മറർതു ബി സാലിഹിൻ ഉണ്ടോ? ഇതാണ് പിന്നെ ഇത്തരം മുഅറബായ ഇസ്മുകൾക്ക് സഹീഹായ ഇസ്മ എന്ന് പറയും. കാരണം അതിൻ്റെ അവസാനത്തെ അക്ഷരം എന്താണ്? ഹ. ഇല്ലത്തിൻ്റെ അക്ഷരമായ അലിഫല്ല, വാവല്ല, യാ അല്ല, പിന്നെയോ ഹ എന്നുള്ളതാണ്. ചില മുഅറബായ ഇസ്മുകൾ മുഅ്തല്ലായ ഇസ്മുകളല്ല, പിന്നെയോ അതിന് ഷബീഹും ബി സഹീഹ് എന്ന് പറയും. ഷബീഹും ബി സഹീഹ്, സഹീഹിനോട് സാദൃശ്യമുള്ള ഇസ്മ എന്ന് പറയും. നേരിട്ട് സഹീഹ് അല്ല, പിന്നെയോ സഹീഹിനോട് സാദൃശ്യമുള്ള ഇസ്മാണ്. അതിനെക്കുറിച്ച് പറയും. അത് യജ്രി മജ്റൽ സഹീഹ്, സഹീഹിന്റെ മജ്റയിൽ ചരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ദൽവുൻ, അലിയുൻ, ദൽവുൻ, അതേപോലെ ബബിയുൻ, ഓക്കെ. ഈ ഇസ്മുകൾ അവസാനത്തിൽ യാ ആണ്. അതേപോലെ തന്നെ ഇവിടെ വാവാണ്, ദൽവുൻ വാവാണ്. അപ്പോൾ വാവും യാവും ഒക്കെ എന്താണ്? ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. പക്ഷേ ഇവക്ക് ഈ മുഅ്തല്ലായ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരം വന്ന ഇസ്മുകളുടെ വിധിയല്ല. പിന്നെ ഇവക്ക് അവസാനത്തിൽ സഹീഹായ അക്ഷരങ്ങൾക്ക് ഉള്ള വിധിയാണുള്ളത്. മനസ്സിലായോ? അതെന്തുകൊണ്ട്? നമുക്ക് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വന്ന ഇസ്മുകളെ പരിചയപ്പെട്ടതിന് ശേഷം ഇതിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. ഇപ്പോൾ ഇത് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഹുദ ഉണ്ടോ? അലിഫ്, ഈ അലിഫാണ് ഇത്, ഹുദ. അതേപോലെ തന്നെ വാവ് ഉള്ളത്, പിന്നെ മോസ്കോ, യാ ഉള്ളത് ഖാദി. ഇവിടെ ഹുദ എന്നുള്ളത് അവസാനത്തിൽ അലിഫാണ്. ഹുദ. അത് പിന്നെ ഇങ്ങനെ വടിയായിട്ട് ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ യാ പുള്ളിയില്ലാത്ത യാ ആയിട്ടും ഹുദ അലിഫ് എഴുതാം. അപ്പോൾ ഹുദ അലിഫിൽ അവസാനിക്കുന്നു. മോസ്കോ ഉണ്ടോ? ഇവിടെ മോസ്കോ എന്നുള്ളത് വാവാണ്, അവസാനത്തിൽ വാവാണ്, സുക്കൂനായ വാവാണ്. ഇവിടെ സുക്കൂനായ പിന്നെ അലിഫാണ്. ഇവിടെ യാ ഖാദി, യാ ആണ്, സുക്കൂനായ സാക്കിനത്തായ യാ ആണ്. തൈ. അപ്പോൾ ഇത് യാഇന് ഉദാഹരണം, ഇത് വാവിന് ഉദാഹരണം, ഇത് അലിഫിന് ഉദാഹരണം. ഇത് ഉണ്ടോ? അലിഫിൽ, വാവിൽ, യായിൽ അവസാനിക്കുന്ന ഇസ്മുകളാണ്. അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഇസ്മുകൾക്കാണ് മുഅ്തല്ലായ ഇസ്മ എന്ന് പറയാം. ഇവയുടെ വിധിയൊന്ന് വേറെയാണ്.
എന്നാൽ എഴുത്തിന്റെ അക്ഷരങ്ങളിൽ തന്നെ അവസാനിക്കുന്ന ബബിയുൻ, അലിയുൻ, പിന്നെ ദൽവുൻ പോലുള്ളതിൻ്റെയൊക്കെ ഹുക്കും ഒന്ന് വേറെയാണ്, വിധി ഒന്ന് വേറെയാണ്. അതെന്താ? ഇപ്പോൾ മുഅ്തല്ലായ ഇസ്മുകൾ എന്ന് വിധിക്കപ്പെടണമെങ്കിൽ ഉണ്ടോ, അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന് ഇവിടെ ഫത്ഹത്താണ്. ഹുദ അതെപ്പോഴും അങ്ങനെയാണ്. അവസാനത്തിൽ അലിഫ് ലാസിമത്താണ്, അനിവാര്യമാണ്. അതിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹത്തായിരിക്കും. അതേപോലെ മുഅ്തല്ലായ ഇസ്മാകണമെങ്കിൽ വാവ് സാക്കിനത്തായിരിക്കണം, അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ദമ്മായിരിക്കണം. ഇവിടെ മോസ്കോ, ടോക്കിയോ, സിനാരിയോ ഇങ്ങനെയുള്ള ഇസ്മുകൾ ഇവിടെ. അതേപോലെ ഇവിടെ നോക്കി, യാ സാക്കിനത്താണ്, അതിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കെസ്റത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇസ്മുകളാണെന്ത്? അൽ അസ്മാഉൽ മുഅ്തല്ലായ ഇസ്മുകൾ എന്ന് പറയാം. അലിഫിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫതഹത്ത്, വാവിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ദമ്മ്, യാക്ക് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കെസ്ർ. ഇത് മുഅ്തല്ലായ ഇസ്മുകൾ, അവസാനത്തിൽ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ വന്ന ഇസ്മുകൾ. എന്നാൽ ഇവിടെ നോക്കി നിങ്ങൾ, ദൽവുൻ വാവ് കൊണ്ടാണ് അവസാനിച്ചതെങ്കിലും തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ദമ്മല്ല, മോസ്കോ ഇവിടുത്തെ പോലെ സുക്കൂനാണ്. അതേപോലെ തന്നെ അലിയുൻ, അലിയുൻ എന്നുള്ളിടത്ത് നോക്കൂ നിങ്ങൾ, അലിയുൻ എന്നുള്ളത് യാ പിന്നെ യാ, രണ്ട് യാ ആണ്, യുൻ. അപ്പോൾ യാക്ക് തൊട്ടുമുള്ള അക്ഷരത്തിന് കെസ്റത്തല്ല ഇവിടുത്തെ പോലെ, പിന്നെ ഇവിടെ സുക്കൂനാണ്. അതുകൊണ്ട് തന്നെ അലിയുൻ എന്നുള്ളത് എന്തല്ല, ഈ മുഅ്തലിന്റെ ഹുക്മിലല്ല, വിധിയിലല്ല. അതേപോലെ തന്നെയാണ് ദബിയുൻ എന്നുള്ളത്, ദബിയുൻ ഉണ്ടോ, യാക്ക് തൊട്ടുമുള്ള അക്ഷരത്തിന് സുക്കൂനാണ്, ബാക്ക് സുക്കൂനാണ്. ഇവിടെ യാക്ക് തൊട്ടുമുള്ള അക്ഷരം കെസറാണ്. കെസറാകുമ്പോഴാണിത് അത് മുഅ്തല്ലായ ഇസ്മ എന്ന് പറയാം. എന്നാൽ ഇവിടെ തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഈ വാവിന് യോജിച്ച ദമ്മോ, യാക്ക് യോജിച്ച കെസറോ, അതേപോലെ തന്നെ അലിഫിന്റെ തൊട്ടുമുമ്പ് എന്തായാലും ലാസിമായിരിക്കും പിന്നെ ഈ ഫതഹത്ത്. ഇത് കണ്ടോ, ഇവിടെ ഇത് അങ്ങനെയല്ലാത്തത് കൊണ്ട് തന്നെ ഈ മുഅ്തല്ലായ ഇസ്മുകളുടെ വിധിയല്ല ആർക്ക്? ഇത്തരം ഇസ്മുകൾക്ക്. ഇതിന് സഹീഹിന്റെ വിധിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് ഷബീഹും ബി സഹീഹ് എന്നാണ് പറയാം. സഹീഹിനോട് സാദൃശ്യമുള്ള ഇസ്മുകൾ, സഹീഹിനോട് ഹുക്മിൽ സാദൃശ്യമുള്ള ഇസ്മുകൾ എന്നാണ് പറയാം. ഇവിടെ ഇത് നമ്മളൊരു ഉദാഹരണം എഴുതിയാൽ ഉണ്ടോ, ഹാദാ അലിയുൻ, അലിയുൻ, റഅയ്തു അലിയൻ, മറർതു ബി അലിയിൻ, ഉണ്ടോ, അലിയുൻ, അലിയൻ, അലിയിൻ. ഇങ്ങനെ ഇഅ്റാബ് ബാഹിറായി വെളിവായി, ഹറക്കാത്തുകൾ ബാഹിറത്തായി പ്രകടായി. എന്നാൽ മുഅ്തല്ലായവയെ നോക്കൂ നിങ്ങൾ, നമ്മൾ പറയാണ് ഹാദ, പിന്നെ ഇവിടെ ഹുദ, ഹാദിഹി ഹുദ, റഅയ്തു ഹുദ, മറർതു ബി ഹുദ. കണ്ടോ, ഇവിടെ നോക്കിയേ, ഹുദ എന്നുള്ളിടത്ത് ഇത് മുഅറബായ ഇസ്മുകളാണ്. മുഅറബായ ഇസ്മാകുമ്പോൾ ഇവിടെ ഇഅ്റാബ് മുഖദ്ദറത്താണ്, തഖ്ദീറാണ്, ഹറക്കത്തുകൾ മുഖദ്ദറത്താണ്. കണ്ടോ, ഹാദിഹി ഹുദ മർഫൂആണ്, റഫ്ഉ മുഖദ്ദറ ആണ്, ഹറക്കത്ത് മുഖദ്ദറത്താണ്. റഅയ്തു ഹുദ മഫ്ഊലുൻ ബിഹി ആണ്, മൻസൂബാണ് ബിൽ ഫതഹത്തി അൽ മുഖദ്ദറത്തി, മുഖദ്ദറത്തായ സങ്കല്പിക്കപ്പെടുന്ന ഫതഹത്ത് കൊണ്ടാണ് ഇവിടെ മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ടത്. ഇവിടെ ബി ഹുദ, ബി ഹർഫുൽ ജറാണ്, ഹുദ മജ്റൂറത്ത് ബിൽ കസ്റത്തി, കസ്റത്ത് ഇതുപോലെ അലിയിൻ പോലെ മാഹിറത്തല്ല, അലിയിൻ കസ്റത്ത് മാഹിറത്താണ്. എന്നാൽ ഹുദ എന്നുള്ളിടത്തോ കസ്റത്ത് മുഖദ്ദറത്താണ്,
സങ്കല്പിക്കപ്പെടുകയാണ്. മൻവിയത്താണ് ഉദ്ദേശിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഇല്ലത്തിൻ്റെ ഹറഫുകൾ വന്നിടത്ത് ഇറാബിനുള്ള ഹറക്കത്തുകൾ മുഖദ്ദറത്താണ്. എന്നാൽ ഇവിടെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിലാണ് അവസാനമെങ്കിലും ഇറാബിൻ്റെ ഹറക്കത്തുകൾ അത് വാഹിറത്താണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിലാണ് അവസാനിക്കുന്നതെങ്കിലും ഇതിന് ഷബീഹും ബി സഹീഹ്, സഹീഹിനോട് സാദൃശ്യമുള്ളത്, അല്ലെങ്കിൽ യജ്രി മജ്റ സഹീഹ്, സഹീഹിന്റെ മജ്റയിൽ സഞ്ചരിക്കുന്നത് എന്ന് ഇത്തരം ഇസ്മുകൾക്ക് പേരിട്ടത്. അത് സഹീഹ് അല്ല, കാരണം സഹീഹായ അക്ഷരങ്ങളിലല്ല ഇത് അവസാനിക്കുന്നത്, സാലിഹ് പോലെ. പക്ഷേ ഇറാബിൽ അതിൻ്റെ ഹർക്കത്ത് ഇവിടെ വാഹിറത്താണ്. പിന്നെ മുഅത്തലായ ഇസ്മിൽ അത് വാഹിറത്ത് അല്ല, എല്ലായിടത്തും വാഹിറത്തല്ല. ചിലയിടത്ത് വാഹിറത്താകുന്ന അവസ്ഥ വരും, പക്ഷെ എല്ലായിടത്തും വാഹിറത്തല്ല. അപ്പം ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ മുഅത്തലായ ഇസ്മുകളെ കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് മുഅത്തലായ ഇസ്മുകൾക്കുള്ള ഇഅ്റാബ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഗ്രന്ഥകാരൻ ഇവിടെ വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ മുഅറബായ ഇസ്മുകളിൽ മുഅത്തലുണ്ട്, സഹീഹുണ്ട്, ഷബീഹും ബി സഹീഹുണ്ട്. ആ മൂന്ന് ഇനവും എന്ത് ചെയ്യാൻ നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഇനി നമുക്ക് മുഅത്തലായ ഇസ്മുകൾ ഇതാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഇനി പറയാൻ പോകുന്നത്. മുഅറബായ ഇസ്മുകളിൽ മുഅത്തലായ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യ ഇവ ചേർന്ന് വന്ന ഇസ്മുകൾ, മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നതാണ് ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. ഖലാസ്. മുഅറബായ ഇസ്മുകൾ 3 ഉണ്ട്: സഹീഹ്, ഷബീഹും ബി സഹീഹ്, മുഅത്തൽ. അതിൽ മുഅത്തലിനെ കുറിച്ചാണ്, അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വന്ന ഇസ്മുകളെയാണ് ഇവിടെ ഗ്രന്ഥകാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇഅ്റാബ് എങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു: വസമ്മി മുഅത്തല്ലൻ മിനൽ അസ്മാഇ മാ കൽ മുസ്തഫ വൽ മുർതഖി മകാരിമ ഫൽ അവ്വലുൽ ഇഅ്റാബു ഫീഹി ഖുദ്ദിറ جميعه وهو الذي قد قصر والثاني منقوص ونسبه ظهر ورفعه ينوى كذا أيضا يجر وسمي معتلا من الأسماء ما كالمصطفى والمرتقي مكارم. ഇതിൽ കവിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിന്തിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? വസമ്മി മ കൽ മുസ്തഫ വൽ മുർതഖി മുഅത്തല്ല മിനൽ അസ്മാ എന്ന്. വസമ്മി, നീ പേര് വെച്ചു, നീ അടയാളം വെച്ചു. മ യാതൊന്നിന്, വസമ്മി മ യാതൊന്നിന് നീ പേര് വെച്ചോ. യാതൊന്നെന്ന് പറഞ്ഞാൽ കൽ മുസ്തഫ, അൽ മുസ്തഫ പോലുള്ള, വൽ മുർതഖി, മുർതഖിയും പോലുള്ള. അപ്പം മുസ്തഫ എന്ന ഇസ്മു പോലുള്ള, അൽ മുർതഖി എന്ന ഇസ്മു പോലുള്ള യാതൊന്നിന് സമ്മി നീ പേര് വെച്ചോ. എന്ത് പേര് വെച്ചോ? മുഅത്തല്ലൻ മിനൽ അസ്മാ, മുഅത്തൽ എന്ന് നീ പേര് വെച്ചോ. മിനൽ അസ്മാ എന്ന് പറഞ്ഞാൽ മിനൽ അസ്മാഇൽ മുഅറബ, മുഅറബായ ഇസ്മുകളിൽ നിന്നുള്ള, മബ്നിയായ ഇസ്മുകളിൽ നിന്നല്ല, പിന്നെയോ മുഅറബായ ഇസ്മുകളിൽ നിന്നുള്ള മുഅത്തൽ എന്ന് നീ പേര് വെച്ചോ. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടി, വസമ്മി നീ പേര് വെച്ചോ. മാ കൽ മുസ്തഫ വൽ മുർതഖി, മുസ്തഫ പോലുള്ള മുർതഖിയും പോലുള്ള യാതൊന്നിന് നീ പേര് വെച്ചോ. എന്ത് പേര് വെച്ചോ? മുഅത്തല്ല മിനൽ അസ്മാ, മുഅറബായ ഇസ്മുകളിൽ നിന്നുള്ള മുഅത്തൽ എന്ന് പേര് വെച്ചോ. കാരണം മുഅറബായ ഇസ്മുകളിൽ സഹീഹുണ്ട്, മുഅറബായ ഇസ്മുകളിൽ ഷബീഹും ബി സഹീഹ് ഉണ്ട്, മുഅറബായ ഇസ്മുകളിൽ ആരുണ്ട്? മുഅത്തല്ലും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് മുഅത്തല്ലായ മുഅറബായ ഇസ്മുകളിൽ നിന്ന് ഏത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം 2 ഉദാഹരണത്തിലൂടെ മുസ്തഫ പോലുള്ള മുർതഖിയും പോലുള്ളവർക്ക് നീ മുഅത്തൽ എന്ന് പേര് വെച്ചോ എന്ന് പറഞ്ഞു തരികയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ഈ ഉദാഹരണത്തിലേക്ക് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, മുഅത്തലായ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തിൽ, ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ അലിഫാണ്,
അല്ലെങ്കിൽ വാവാണ്, അല്ലെങ്കിൽ യാ ആണ്. അലിഫിന് തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്ത്, വാവിന് തൊട്ടുമുള്ള അക്ഷരത്തിന് ദമ്മത്ത്, യാന് തൊട്ടുമുള്ള അക്ഷരത്തിന് കസറത്ത്. അതാണ് പിന്നെ അവ മുഅത്തൽ എന്ന് വിധിക്കണമെങ്കിൽ അതിൻ്റെ അടയാളം. അപ്പൊ അത്തരം ഇസ്മുകൾക്ക് നീ മുഅത്തൽ എന്ന് പേര് വെച്ചോ എന്നാണ്. അപ്പൊ നമ്മൾ അതിന് ഉദാഹരിച്ചു ഉണ്ടോ? ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞ ഉദാഹരണം അൽ മുസ്തഫ, അത് അലിഫ് വന്നതിന് ഉദാഹരണമാണ്. വൽ മുർത്തഖി, അത് യാ വന്നതിനുള്ള ഉദാഹരണമാണ്. ഇവിടെ ഗ്രന്ഥകാരൻ വാവ് വന്നതിന് ഉദാഹരണം കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ട്? അറബി ഭാഷയിൽ അവസാനത്തിൽ സുക്കൂനായ വാവ് വരികയും സാക്കിനത്തായ വാവ് വരികയും തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ദമ്മ് വരികയും ചെയ്യുന്ന ഇസ്മുകൾ ഇല്ല. അലിഫ് വരികയും തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്ത് വരികയും യാ വരികയും തൊട്ടുമുള്ള അക്ഷരത്തിന് കസറത്ത് വരികയും ഇങ്ങനെയുള്ള ഇസ്മുകൾ ധാരാളമാണ്. എന്നാൽ അറബി ഭാഷയിൽ വാവ് അവസാനത്തിൽ സാക്കിനത്തായി വരികയും തൊട്ടുമുള്ള അക്ഷരത്തിന് ദമ്മ് വരികയും ചെയ്യുന്ന ഇസ്മുകളില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വരുന്നതൊക്കെ ഇതാണ് അനറബി വേർഡുകളാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ മോസ്കോ എന്ന് എഴുതി, മോസ്കോ അനറബി വേർഡാണ്. അതേപോലെ തന്നെ സിനാരിയോ, തോക്കിയോ, ഇങ്ങനെ ചില പേരുകൾ, ചില വൃക്ഷങ്ങളുടെ പേരുകളൊക്കെ പിന്നെ വ്യാകരണ പണ്ഡിതന്മാർ കൊടുത്തത് കാണാൻ സാധിക്കും. ഇതല്ല സിമന്തോ, ഇങ്ങനെയുള്ള ചില പേരുകൾ കാണാൻ സാധിക്കും. അപ്പൊ അറബി ഭാഷയിൽ എന്തില്ല, സാക്കിനത്തായ വാവിൽ അവസാനിക്കുകയും തൊട്ടുമുള്ള അക്ഷരത്തിന് ദമ്മ വരികയും ചെയ്ത പേരുകളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രന്ഥകാരൻ പിന്നെ ഇതിന്റെ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഇത് ഫേലിലുണ്ട് സുക്കൂനായ വാവ് തൊട്ടുമുള്ള അക്ഷരത്തിന് ദമ്മ വരണ യഗ്സു ഇങ്ങനത്തെ പിന്നെ ഫേലുകളുണ്ട്. യൻമു, യഗ്സു, യസ്ഹു പോലുള്ളതായ ഫേലുകളുണ്ട്. അതേസമയം ഇസ്മുകളിലില്ല. ഇവിടെ ഇസ്മാണ് നമ്മുടെ സംസാര വിഷയം, ഇസ്മുകളാണ് വിഷയം. അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനുള്ള ഉദാഹരണം കൊണ്ടുവരാതിരുന്നത്. അദ്ദേഹം ഉദാഹരണം അൽ മുസ്തഫ, അതേപോലെ അൽ മുർത്തഖി ഇതിൽ പരിമിതപ്പെടുത്തി. എന്താ മുസ്തഫ എന്നുള്ളതിന്റെ പ്രത്യേകത? ഇല്ലത്തിന്റെ അക്ഷരമായ അലിഫിൽ അവസാനിക്കുന്നു, തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. മുർത്തഖി ഇല്ലത്തിന്റെ അക്ഷരമായ യാഇൽ അവസാനിക്കുന്നു, തൊട്ടുമുള്ള അക്ഷരത്തിന് ഖാഫിന് കസറത്താണ്. മനസ്സിലായോ? അത് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കണം. എന്തിനാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ കൊണ്ടുവന്നത്, അതിൻ്റെ പേരുകൾ എന്ത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി തുടർന്ന് പഠിക്കാനുള്ള ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ ഇറാബുകൾ, പിന്നെ രണ്ടിൻ്റെയും മുസ്തഫ പോലുള്ള ഇസ്മുകൾ, മുർത്തഖി പോലുള്ളതായ ഇസ്മുകൾ, അതിനെങ്ങനെ ഇറാബ് ചെയ്യും, അതിൻ്റെ ഇറാബ് എങ്ങനെയാണ് വെളിപ്പെടുക, അത് എങ്ങനെ ഇറാബ് ചെയ്യും, അത് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇവിടെ നമ്മൾ പഠിച്ചത് മുഅറബായ ഇസ്മുകളിൽ മുഅത്തല്ലായവയുണ്ട്, അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അവസാനിക്കുന്നവയുണ്ട്. അത് ഏതുപോലുള്ളതാണ്? മുസ്തഫ പോലുള്ള, മുർത്തഖി പോലുള്ള, അതേപോലെ തന്നെ ഇവിടെ മോസ്കോ ഇതുപോലുള്ള പിന്നെ ഇസ്മുകളാണ്. അങ്ങനെ പറയാൻ കാരണം അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വന്ന ഇസ്മുകളാണ് എന്നുള്ളതാണ്. ഇവിടെ വൽ മുർത്തഖി മക്കാരിമ എന്നുണ്ട്. അല്ലേ? എന്താ ഈ മക്കാരിമ എന്നതിനാ ഇവിടെ കൊണ്ടുവന്നത്? മുർത്തഖി എന്ന് പറഞ്ഞാൽ കയറുന്നവൻ എന്നർത്ഥം, ഉയരത്തിൽ കയറുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആ ഒരു കവിതയ്ക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് പൂർത്തീകരിച്ചതാണ്. മുർത്തഖി മക്കാരിമ, മക്കാരിമുകളിൽ കയറുന്നവൻ, അവരോധിതൻ എന്നാണ്. ആദരണീയ സ്ഥാനങ്ങളിൽ കയറുന്നവൻ എന്നുള്ളത് കവിതയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉദാഹരണം ഒന്ന് പൂർത്തീകരിച്ചതാണ് ഈ മക്കാരിമ എന്നുള്ളത് കൊണ്ട്. മനസ്സിലായി? ഇവിടെ ഗ്രന്ഥകാരന് വേണ്ടത് മുർത്തഖി എന്നുള്ള ഉദാഹരണം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി, വസമ്മി, ഗ്രന്ഥകാരൻ ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് നമ്മളോട് പറയുന്നു, വസമ്മി, നീ പേര് വെച്ചോ, നീ അടയാളം വെച്ചോ. യാതൊന്നിന്, ആ യാതൊന്ന് കൽ മുസ്തഫ പോലുള്ള ഇസ്മാണ്, വൽ മുർത്തഖിയും പോലുള്ള ഇസ്മാണ്.
അങ്ങനെയുള്ളവർക്ക് നീ പേര് വെച്ചോ മുഅത്തല്ലൻ മിനൽ അസ്മ, ഇസ്മുകളിൽ നിന്നുള്ള മുഅത്തൽ എന്ന് നീ പേര് വെച്ചോ എന്നാണ്. അപ്പോൾ അത് വസമ്മി മാ കൽ മുസ്തഫ വൽ മുർത്തഖി മുഅത്തല്ലൻ മിനൽ അസ്മ. അത് കവിതയ്ക്ക് വേണ്ടിയിട്ട് മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്താണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഇസ്മുകളിൽ മുഅത്തൽ ആയവയാണ്. ഇസ്മുകളിൽ മുഅത്തൽ എന്ന് പേരുള്ളവയാണ്. അത് ഏതാണ്? നമ്മൾ പറഞ്ഞു മുഅറബായ ഇസ്മുകളാണ് ഇവിടെ ഉദ്ദേശം. മബ്നിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. മുഅറബായ ഇസ്മുകളിൽ മുഅത്തൽ എന്ന് പറഞ്ഞാൽ സഹീഹ് അല്ലാത്ത, ഷബീഹും ബി സഹീഹ് അല്ലാത്ത ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഇസ്മുകളാണ്. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഇസ്മുകളാണ്. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന എന്ന് പറയുമ്പോൾ അത് മുസ്തഫ പോലെ, മുർത്തഖി പോലുള്ള ഇസ്മുകളാണ്. എന്താ മുസ്തഫ? മുസ്തഫ എന്ന് പറഞ്ഞെങ്കിൽ അവസാനം അലിഫുൻ ലാസിമ, ലാസിമത്തായ അലിഫിൽ അവസാനിക്കുകയും തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹത്താണ്. ഇവിടെ മുർത്തഖി എന്നുള്ളതിൽ യാ ഉൻ ലാസിമത്ത്, ലാസിമത്തായ യാ ആണ്. അതിന് തൊട്ടുമുള്ള അക്ഷരത്തിന് ഹർക്കത്ത് കസറത്താണ്. ഇങ്ങനെ ഉള്ള ഇസ്മുകളാണ്, ഇങ്ങനെയുള്ള മുഅറബായ ഇസ്മുകൾ. അവക്കാണ് മുഅത്തൽ എന്ന് പേര് വെച്ചോ എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറഞ്ഞു ലാസിമായ അലിഫ്, ലാസിമത്തായ അലിഫ്, ലാസിമത്തായ യാ എന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് എന്താണ് മക്സൂറത്തായ അല്ലെങ്കിൽ മക്സൂറായ ഇസ്മ്, എന്താണ് മങ്കൂസായ ഇസ്മ്, ഇതിനൊക്കെ മക്സൂറായ ഇസ്മ എന്ന് പറയും, ഇതിന് മങ്കൂസായ ഇസ്മ എന്ന് പറയും. അതെന്ത്? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മളിവിടെ അതിൻ്റെ ഒരു വിശദീകരണം നൽകിയിട്ടാണ് ഈ വരികളെ മനസ്സിലാക്കുക ബിഇദ്നില്ലാഹ്. അപ്പോൾ നമുക്കവിടെ വെച്ച് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.